ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്വേറിയം വാങ്ങാൻ പോകുന്ന കാര്യത്തെ പറ്റിയല്ലേ പറഞ്ഞേ. ഇപ്പോൾ ഇതാ ഞങ്ങൾ അക്വേറിയമൊക്കെ വാങ്ങി പുറത്തേക്ക് വരികയാണ്. ഈ ട്രോളിയും തള്ളിക്കൊണ്ട് ഒരാൾ വലിയ എന്തോ കാര്യം ചെയ്ത പോലെ വരുന്നുണ്ട്. ഇതാണ് അക്വേറിയവും അതിൻ്റെ അനുബന്ധ സാധനങ്ങളും, ഗ്രാവൽ, അതുപോലെ കെമിക്കൽസ്, പ്ലാന്റ്, ഫെർട്ടിലൈസർ, ബാക്ടീരിയ, അതുപോലെ തന്നെ എയർ വരുന്ന സംഭവം എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതാട്ടോ, ഇങ്ങനെയാണ് അക്വേറിയത്തിൻ്റെ ടാങ്ക് ഇരിക്കുന്നത്. ഇത് അതിൻ്റെ സ്റ്റാൻഡാണ്. ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ സൂപ്പർവൈസർ ഇടപെട്ടിട്ടുണ്ട്. സൂപ്പർവൈസർക്ക് ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും തട്ടിക്കൂട്ടി എല്ലാം ഒപ്പിച്ച് വെക്കണം എല്ലാം. ഇതിൻ്റെ മുകളിൽ 30 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെയായാലും 10-30 കിലോ വരത്തില്ല. അപ്പം ലോഡ് കയറുമ്പം അത് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഫിക്സ് ചെയ്യണം. പിന്നെ നട്ടും ബോൾട്ടും എല്ലാം വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ സൂപ്പർവൈസർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. നമ്മളേതായാലും ടാങ്കിൽ വെള്ളം നിറച്ചു. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഗ്രാവലൊക്കെ ഇട്ടു, ചെടിയൊക്കെ വെച്ചു, എയറേറ്ററൊക്കെ പിടിപ്പിച്ചു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വെള്ളമൊക്കെ ഒഴിച്ചതേ ഉള്ളൂ. അപ്പം നല്ല ക്ലിയറാണ് വെള്ളം. ഞാൻ ആ കെമിക്കൽസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ചത്. അതിനെപ്പറ്റി ഇതിൻ്റെ വീഡിയോയുടെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. കണ്ടോ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല ക്ലിയറാണ് വെള്ളം. ഈ അക്വേറിയത്തിൻ്റെ ഫിൽട്ടർ ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ കാണിച്ചു തരാം അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം ഇവിടെ കിട്ടുന്ന വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ടാപ്പ് വാട്ടറാണ്. അപ്പോൾ അത് ഓൾറെഡി ക്ലോറിനൈസ് ചെയ്ത വാട്ടർ ആയിരിക്കും. അതിൽ ബാക്ടീരിയസ് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് പറഞ്ഞു, മറ്റേ വാട്ടർ ഓൾറെഡി എന്ത് ചെയ്യുക, അതിനകത്ത് ഈ കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് ക്ലോറിനും അമോണിയൊക്കെ റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇതിനകത്ത് ബാക്ടീരിയ ആഡ് ചെയ്യണം. ബാക്ടീരിയ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 ദിവസത്തോളം ഇത് വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ടാങ്ക് കൊണ്ടുവന്നു. ടാങ്ക് കഴുകിയ ശേഷം നമ്മൾ വെള്ളം ഇത് ഈ ബ്ലൂ ഗ്രാവൽസ് ഉള്ളത് അതിനകത്ത് ഇട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് ഈ ഇതുണ്ടോ, ഈ ക്ലോറിൻ റിമൂവറും ഈ അമോണിയ റിമൂവറും ആഡ് ചെയ്തു. അപ്പം നമ്മളിവിടെ വരുന്ന ടാപ്പ് വാട്ടറിനകത്ത് നമ്മൾ ഇത് 5 ml 20 ലിറ്റർ ടാപ്പ് വാട്ടറിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അമോണിയ റിമൂവർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ കപ്പിൽ 1 കപ്പ്, അതായത് ഏകദേശം 5 ml തന്നെ വരും. അതും ഏകദേശം 20 ലിറ്റർ വാട്ടറിന് കണക്കാക്കിയിട്ട് ഇത് 2 ഒഴിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിലെ അമോണിയം ക്ലോറിനും റിമൂവ് ആകുമെന്നാണ് പറയുന്നത്. ഈ 2 സാധനം ആഡ് ചെയ്ത ശേഷം അരമണിക്കൂർ വെള്ളം വെച്ച ശേഷമാണ് നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിച്ചത്. അപ്പോൾ ബേസിക്കലി ഇത് ഓൾറെഡി ക്ലോറിനേറ്റഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബാക്ടീരിയസ് ഒന്നും കാണത്തില്ല. ഈ വെള്ളത്തിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അമോണിയം ക്ലോറിനൊക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ബാക്ടീരിയകൾ അത്യാവശ്യമാണല്ലോ. നാട്ടിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. നമ്മൾ സാധാരണ കിണറിൽ നിന്നൊക്കെ കോരുന്ന വെള്ളമാകുമ്പോൾ പിന്നെ അത് ശരിക്കും ഒരു നല്ല വെള്ളമാണ്. ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വെള്ളം അല്ലല്ലോ വരുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഇവർ നമുക്കൊരു ബാക്ടീരിയയുടെ ഒരു മിക്സർ ഉണ്ട്, ഇത് നമുക്ക് തരുന്നുണ്ട്. ഇത് ഏകദേശം 10 ml ആണ് 100 ലിറ്റർ വെള്ളത്തിന് വേണ്ടി ചേർക്കേണ്ടത്. അപ്പോൾ ഇതും ഏകദേശം നമ്മൾ അത് കണക്കാക്കി ഈ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇത് വെള്ളത്തിൽ ചേർത്താൽ ഏകദേശം 5 ദിവസത്തോളം പിടിക്കും ഇതിനകത്ത് ഈ ബാക്ടീരിയ വളർന്ന് ഇത് മീനിന് ശരിക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് ഉണ്ടാവണമെന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമോണിയയുടെയും ക്ലോറിൻ റിമൂവറും ചേർത്ത് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകളും ചത്തു പോകുന്നതാണ്. അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് ചേർത്ത് കഴിഞ്ഞ് 24 അവർ കഴിയുമ്പം വെള്ളത്തിനൊരു ക്ലൗഡി അപ്പിയറൻസ് വരുന്നു. വെള്ളം ഓൾറെഡി ഇപ്പോൾ ക്ലൗഡിയാണ്, നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കുറച്ചുകൂടെ പ്രോസസ്സായിട്ട് കാണിക്കാം. പിന്നെ ഉള്ളത് ഈ പ്ലാന്റ്സിനൊക്കെ ഉള്ള ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം
5 ml ആണ് 100 ലിറ്റർ വെള്ളത്തിന് വേണ്ടത്. അത് നമ്മൾ ആഡ് ചെയ്തിട്ട്, കാരണം ഈ ഗ്രാവൽസിനകത്തൊന്നും ന്യൂട്രിയൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇതെല്ലാം ലൈവ് പ്ലാന്റ് ആണ്. ഇതാണ് അമോണിയം നൈട്രേറ്റും ചെക്ക് ചെയ്യാനുള്ള സ്ട്രിപ്പ്. ഇത് സ്ട്രിപ്പിൽ വെച്ച് ചെക്ക് ചെയ്ത്, അത് 5ാമത്തെ ദിവസം ഈ സാമ്പിൾ എടുത്ത് ഇത് 2 സ്ട്രിപ്പും വെച്ച് ചെക്ക് ചെയ്ത് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മീനിന് ഇതിനകത്തേക്ക് ഇടേണ്ടത്. സാധാരണഗതിയിൽ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊന്നും എന്തല്ല, ഇപ്പം നമ്മൾ തന്നെ വാങ്ങി നമ്മളോട് ചോദിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അഡ്വൈസ് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇത്രയും സാധനങ്ങൾ തന്നു വിടുകയും ചെയ്തത്. അവരെന്നിട്ട് എന്നോട് ഇങ്ങനെയും കൂടി പറഞ്ഞു, ഇനിയിപ്പം ഇതൊന്നും അല്ല, ഇപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മീൻ വാങ്ങി ഇടുന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ മീൻ ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എന്തായാലും മീൻ ചത്തുപോകാനുള്ള താല്പര്യത്തോടെ അല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ചെയ്തേക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഇതിപ്പോൾ ക്ലൗഡി അപ്പിയറൻസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം മീൻ കിട്ടാനായിട്ട്. അപ്പോൾ മീൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ടാങ്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ ശരിക്കും ക്ലൗഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ടാങ്കിൻ്റെ ക്ലോസ് അപ്പിയറൻസിൽ വരുമ്പോൾ കണ്ടോ, ടാങ്ക് ശരിക്കും ക്ലൗഡി എന്ന് പറഞ്ഞാൽ നല്ല ക്ലൗഡി ആയിട്ടാണുള്ളത്. ഇത് പക്ക നോർമലാണ് താനും. ഇതൊരു 3 days കഴിയുമ്പോൾ സെറ്റിൽ ആവുമെന്നാണ് അവർ പറഞ്ഞത്. മീൻ കിട്ടാനായിട്ട് ഇനി കാത്തിരിപ്പിൻ്റെ 3 ദിവസങ്ങൾ. ടു ബി കണ്ടിന്യൂഡ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.